അറിവും വിവരമൊക്കെ കിട്ടിയത് എവിടെയാണെന്നുള്ളൊരു ബോധം എനിക്കില്ലാതെയായി പോയതാണ് ഇവനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. പക്ഷേ ഇവൻ ഖുർആനെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഖുർആൻ ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഇതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം, അല്ലെങ്കിൽ പോലീസുകാർ വിധി എഴുതിയ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം എട്ടുകാലികളുടെ വലയിലേക്ക് പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഖുർആൻ നമ്മുടെ കയ്യിൽ തന്നു. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഭവിച്ച് വന്ന ഓരോ ആൾക്കാരും പലതരം ഇത്തരം യുക്തിവാദികളോട് മല്ലിട്ടുകൊണ്ട് തന്നെയാണ് ഓരോ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മതങ്ങൾക്കെല്ലാം ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടുള്ളത് പിന്നീടുള്ള തലമുറ ആ യുക്തിവാദികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് സംവാദം നടത്താൻ പോകരുത്. ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് കണ്ണും കാതും ഞാൻ മുദ്ര വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല. അപ്പോൾ അവരെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് അവരെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. പക്ഷെ ഇതെല്ലാം പഠിച്ചിട്ട് അവരോട് തർക്കിക്കാൻ പോകുന്നവരാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ എന്നാണ് ഞാൻ പറയുന്നത്.